आदरणीय राष्ट्रपति जी, आदरणीय उपराष्ट्रपति जी, आदरणीय स्पीकर महोदय, मंच पर विराजमान ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, और सदन में उपस्थित സ്പീക്കർ, വേദിയിലിരിക്കുന്ന മുതിർന്ന വിശിഷ്ട വ്യക്തികൾ, സഭയിൽ സന്നിഹിതരായിരിക്കുന്ന ഭരണഘടനയോട് പ്രതിജ്ഞാബദ്ധരായ മുഴുവൻ സഹോദരി സഹോദരന്മാരെ, ബാബാ സാഹേബ് അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ ദീർഘവീക്ഷണമുള്ള മഹത് വ്യക്തിത്വങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദിനമാണ് ഇന്ന്. ഇന്ന് ഈ സഭയെ അഭിവാദ്യം ചെയ്യാനുള്ള ദിവസമാണ്. आज का दिवस इस सदन को प्रणाम करने का है, क्योंकि इसी पवित्र जगह पर महीनों तक भारत के विद्वज्जनों ने, एक्टिविस्टों ने देश के उज्जवल भविष्य के लिए व्यवस्थाओं को निर्धारित करने के लिए मंथन किया. രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് അടിത്തറ ഇന്ത്യയിലെ പണ്ഡിതരും പ്രവർത്തകരും ഈ പുണ്യസ്ഥലത്ത് മാസങ്ങളോളം ബ്രെയിൻ സ്റ്റോർമിംഗ് നടത്തിയിരുന്നു. ഇത്രയും നീണ്ട സ്വതന്ത്ര കാലഘട്ടത്തിന് ശേഷം നമ്മെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ രൂപത്തിലുള്ള ആ അമൃതമാണ്. ഇന്ന് നമുക്ക് ബഹുമാന്യനായ ബാപ്പുവിനും ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലി അർപ്പിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇന്ന്. രാജ്യത്തിന്റെ ശത്രുക്കൾ മുംബൈയിൽ ക്രൂരമായ ഭീകരാക്രമണം നടത്തിയ നമുക്ക് ദുഃഖകരമായ ദിനമാണ് ഇന്ന്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്ന രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ധീരരായ നിരവധി സൈനികർ ആ തീവ്രവാദികളോട് പോരാടുമ്പോൾ ആത്മത്യാഗം ചെയ്തു. പരമോന്നത ത്യാഗം സഹിച്ച എല്ലാവരെയും ഞാൻ ആദരവോടെ വണങ്ങുന്നു. भारत के संविधान में सूचित देश के सामान्य मानव की रक्षा की जिम्मेवारी के तहत अनेक हमारे वीर जवानों ने उन आतंकवादियों से लोहा लेते लेते अपने आप को समर्पित कर दिया, सर्वोच्च बलिदान दिया. मैं आज 26/11 को उन सभी बलिदानियों को भी आदरपूर्वक नमन करता हूं. आदरणीय महानुभाव, ശ്രേഷ്ഠരെ, ഇന്ന് ഭരണഘടന എഴുതാനുള്ള ചുമതല നമ്മെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് സങ്കല്പിക്കുക. സ്വാതന്ത്ര്യ സമരത്തിന്റെ നിഴലും ദേശസ്നേഹത്തിന്റെ ജ്വാലയും ഇന്ത്യ വിഭജനത്തിന്റെ ഭീകരതയും ഉണ്ടായിരുന്നിട്ടും ദേശീയ താൽപര്യം പരമോന്നതമായിരുന്നു. അതെല്ലാവരുടെയും ഹൃദയത്തിലെ ഒരേ ഒരു മന്ത്രമായിരുന്നു. हर एक के हृदय में यही एक मंत्र था. विविधताओं से भरा हुआ देश, अनेक भाषाएं, अनेक बोलियां, अनेक पंथ, अनेक राजे रजवाड़े. ഇന്നത്തെ സാഹചര്യത്തിൽ വൈവിധ്യങ്ങളും നിരവധി ഭാഷകളും ഉപഭാഷകളും വിഭാഗങ്ങളും നാട്ടുരാജ്യങ്ങളും നിറഞ്ഞ ഈ രാജ്യത്തെ മുഴുവൻ ഭരണഘടനയിലൂടെ ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തന്ത്രം രൂപപ്പെടുത്താൻ ഭരണഘടനയുടെ ഒരു പേജ് പോലും നമുക്ക് എഴുതാൻ കഴിയുമോ എന്നെനിക്കറിയില്ല.
കാലക്രമേണ രാഷ്ട്രീയം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ कालक्रम से ദേശീയ താൽപ്പര്യം പോലും പിന്നാക്കം പോകുന്നു. വ്യത്യസ്ത ചിന്താധാരകളെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ദേശീയ താൽപ്പര്യമാണ് പരമോന്നതമെന്ന വിശ്വാസത്തോടെ पीछे छूट അവർ ഒരുമിച്ചിരുന്ന് ഒരു ഭരണഘടന നൽകിയതിനാൽ ആ മഹത് വ്യക്തികളെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. क्योंकि उन्होंने उनके भी अपने विचार होंगे, उनके विचारों की भी धारा होगी, उस धारा में धार भी होगी, लेकिन फिर भी राष्ट्रहित सुप्रीम होने के नाते सबने मिल बैठ करके एक संविधान दिया. साथियों, സുഹൃത്തുക്കളെ, हमारा संविधान നമ്മുടെ ഭരണഘടന അനേകം അനുച്ഛേദങ്ങളുടെ കേവലം ഒരു സമാഹാരം മാത്രമല്ല. अनेक धाराओं का संग्रह नहीं. സഹസ്രാബ്ദങ്ങളുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ हमारा संविधान തടസ്സമില്ലാത്ത പ്രവാഹത്തിന്റെ ആധുനിക ആവിഷ്കാരമാണ് നമ്മുടെ ഭരണഘടന. वर्ष की भारत की അതിനാൽ महान परंपरा അക്ഷരത്തിലും ആത്മാവിലും अखंड ഭരണഘടനയിൽ നാം സമർപ്പിതമാകേണ്ടതുണ്ട്. उस धारा की आधुनिक ഗ്രാമപഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഈ ഭരണഘടനാ സംവിധാനം നിറവേറ്റുമ്പോൾ और इसलिए ഭരണഘടനയോട് അക്ഷരത്തിലും ആത്മാവിലും നാം എപ്പോഴും പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട്. संविधान के അങ്ങനെ ചെയ്യുമ്പോൾ ഭരണഘടനയുടെ ആശയത്തെ വ്രണപ്പെടുത്തുന്നത് അവഗണിക്കാനാവില്ല. इस അതിനാൽ എല്ലാ വർഷവും व्यवस्था से ഭരണഘടനാ ദിനം ആഘോഷിക്കണം. ग्राम पंचायत കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് जो भी ഭരണഘടനയുടെ വെളിച്ചത്തിൽ വിലയിരുത്തണം. हमें संविधान के लेटर സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം भाव से ही 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും और जब ये നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന പാരമ്പര്യം രാജ്യത്ത് നിലനിൽക്കുന്നത് നല്ല കാര്യമാണ്. उसको भी അങ്ങനെ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് നമ്മുടെ തലമുറകൾക്ക് മനസ്സിലാകും. इसलिए അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നു, हमें ഏത് സാഹചര്യത്തിലാണ് ഇത് നിർമ്മിച്ചത്, कि हम जो कुछ भी എന്തിനാണ് ഇത് നിർമ്മിച്ചത്, वो संविधान എവിടെ, के विकास में എങ്ങനെ, ആർക്കു വേണ്ടിയാണ് है कि गलत है. ഭരണഘടന നമ്മെ നയിക്കുന്നത്. हमारा रास्ता सही है कि गलत है. हर वर्ष संविधान दिवस बना करके हमने अपने आप को मूल्यांकन करना चाहिए. अच्छा होता देश आजाद होने के बाद എല്ലാ വർഷവും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ तक पर्व की शुरुआत ജീവത്തായ സ്ഥാപനവും സാമൂഹിക രേഖയായും हमें 26 ലോകമെങ്ങും കണക്കാക്കപ്പെടുന്ന ഭരണഘടന संविधान दिवस के रूप में തലമുറകളായി की परंपरा വൈവിധ്യമാർന്ന രാജ്യത്തിന് വലിയ ശക്തിയായി മാറുമായിരുന്നു. ताकि उसके कारण എന്നാൽ ചിലർക്ക് അവസരം നഷ്ടമായി. पीढ़ी दर पीढ़ी संविधान बना कैसे, ഭരണഘടനാ ദിനം ആഘോഷിക്കാൻ किसको बनाते थे, किस ബാബാ സാഹേബ് അംബേദ്കറുടെ 150 ജന്മവാർഷികമായ ഇതിലും വലിയ പുണ്യ സന്ദർഭം എന്തായിരിക്കാം? किसके लिए ബാബാ സാഹേബ് അംബേദ്കർ മഹത്തായ ഒരു സമ്മാനമാണ് നൽകിയത്. हर वर्ष अगर चर्चा होती है ഈ ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ നാം അദ്ദേഹത്തെ എന്നും സ്മരിക്കുകയും വേണം. एक जीवंत इकाई के रूप में माना, പ്രതിഷേധങ്ങൾ ഇന്ന് മാത്രമല്ല നടക്കുന്നത്. एक सामाजिक दस्तावेज 2015 ബാബാ സാഹേബ് അംബേദ്കറുടെ 125 വാർഷികത്തിൽ ये एक बहुत ഞാൻ സഭയെ അഭിസംബോധന ചെയ്തപ്പോഴും पीढ़ी दर पीढ़ी ഈ പ്രഖ്യാപനം നടത്തുമ്പോഴും എതിർപ്പുകൾ ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. लेकिन जब बाबा साहब आम्बेडकर के 125वीं जयंती थी, हम सबको लगा कि इससे बड़ा पवित्र अवसर क्या हो सकता है कि बाबा साहब आम्बेडकर ने इस देश को जो बहुत बड़ा नजराना दिया है, നവംബർ 26 എവിടെ നിന്നാണ് നിങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? എന്തായിരുന്നു ആവശ്യം? जब നിങ്ങൾക്ക് ഈ തോന്നൽ ഉള്ളപ്പോൾ बोल रहा था 2015 ബാബാ സാഹേബ് അംബേദ്കറുടെ പേര് ചേർത്ത് വച്ച ഭരണഘടന അംഗീകരിച്ച് ആഘോഷിക്കാൻ काम की घोषणा करते ഒരു ദിവസം മാറ്റിവെക്കേണ്ടതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഉള്ളവരുടെ വാദങ്ങൾ കേൾക്കാൻ ഈ രാജ്യം തയ്യാറല്ല. उस दिन भी हुआ था തുറന്ന മനസ്സോടെ कि 26 രാജ്യത്തിനു വേണ്ടി സർവവും നൽകിയ ബാബാ സാഹേബ് അംബേദ്കറെ പോലുള്ളവരെ ഓർക്കാതിരിക്കുന്നത് തികച്ചും ആശങ്കാജനകമാണ്.
बाबा साहब आम्बेडकर का नाम हो और आपके मन में ये भाव उठे, ये देश अब सुनने के लिए तैयार नहीं है। और आज अब भी बड़ा दिल रख करके खुले मन से बाबा साहब आम्बेडकर जैसे मनीषियों ने देश को जो दिया है, इसका पुण्य स्मरण करने की तैयारी ना होना, ये भी एक चिंता का विषय है। साथियों, സുഹൃത്തുക്കളെ, ഇന്ത്യ ഒരു ഭരണഘടനാപരമായ ജനാധിപത്യ വ്യവസ്ഥയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ വികാരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പ്രധാന മാധ്യമം കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഭരണഘടനയുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നു. ഭരണഘടനയിലെ എല്ലാ അനുച്ഛേദങ്ങൾക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ട പാർട്ടികൾക്ക് എങ്ങനെ ജനാധിപത്യം സംരക്ഷിക്കാനാകും? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യ ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. അത് ഭരണഘടനയുടെ പ്രതിബദ്ധതയുള്ളവർക്കും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കും ആശങ്കാജനകമാണ്. आज देश में कश्मीर से कन्याकुमारी, हिंदुस्तान के हर कोने में जाइए, भारत एक ऐसे संकट की तरफ बढ़ रहा है जो संविधान को समर्पित लोगों के लिए चिंता का विषय है, लोकतंत्र के प्रति आस्था रखने वालों के लिए चिंता का विषय है, और वो है പാരിവാരിക് പാർട്ടിയാ. അതാണ് പാരിവാരിക്, കുടുംബാധിപത്യ പാർട്ടികൾ. ഒരു രാഷ്ട്രീയ പാർട്ടി, കുടുംബത്തിനു വേണ്ടിയുള്ള പാർട്ടി. രാജനീതിക് ദൾ, കുടുംബത്താൽ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പാർട്ടി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നോക്കൂ. പാർട്ടി ഇത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എതിരാണ്. കുടുംബ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് രാഷ്ട്രീയം ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. മെറിറ്റിലും ജനങ്ങളുടെ അനുഗ്രഹത്തിലും ഒരു കുടുംബത്തിൽ നിന്ന് നിരവധി അംഗങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ചേരാനാകും. ഇതൊരു പാർട്ടി കുടുംബവാഴ്ചകൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഒരു പാർട്ടിയെ പല തലമുറകളായി ഒരു കുടുംബം തന്നെ നയിക്കുകയും പാർട്ടിയുടെ എല്ലാ മേഖലകളെയും ആ കുടുംബം നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറും. लेकिन जो पार्टी पीढ़ी दर पीढ़ी एक ही परिवार चलाता रहे, पार्टी की सारी व्यवस्था परिवारों के पास रहे, वो लोकतंत्र, स्वस्थ लोकतंत्र के लिए सबसे बड़ा संकट होता है. और आज संविधान के दिवस पर संविधान में विश्वास करने वाले, संविधान को समझने वाले, संविधान को समर्पित सभी देशवासियों से मैं आग्रह करूंगा, ഭരണഘടനാ ദിനമായ ഇന്ന് ഭരണഘടനയിൽ വിശ്വാസമർപ്പിക്കുന്ന, ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള എല്ലാ പൗരന്മാരോടും രാജ്യത്ത് അവബോധം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജപ്പാനിൽ ഒരു പരീക്ഷണം നടന്നിരുന്നു. വിരലിൽ എണ്ണാവുന്ന രാഷ്ട്രീയ കുടുംബങ്ങൾ ഈ സംവിധാനത്തിൽ ആധിപത്യം പുലർത്തുന്നതായി ജപ്പാനിൽ കണ്ടു. പൗരന്മാരെ സജ്ജരാക്കാനും രാഷ്ട്രീയ കുടുംബങ്ങൾക്ക് പുറത്തുള്ള ആളുകളെ ഈ വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള വെല്ലുവിളി ആരൊക്കെയോ സ്വയം ഏറ്റെടുത്തു. 30-40 വർഷം എടുത്തെങ്കിലും അത് വിജയത്തിൽ പരിണമിച്ചു. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുഷ്ടിപ്പെടണമെങ്കിൽ നമ്മളും പലതും അറിയേണ്ടതുണ്ട്, ആശങ്കപ്പെടേണ്ടതുണ്ട്, നാട്ടുകാരെ ജാഗ്രതാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ഭരണഘടന അഴിമതി അനുവദിക്കുന്നുണ്ടോ? നിയമങ്ങളും നിയമവ്യവസ്ഥിതികളുമുണ്ട്. എന്നാൽ അഴിമതിക്കാരനായി പ്രഖ്യാപിക്കപ്പെടുകയും ജുഡീഷ്യറി ശിക്ഷിക്കുകയും ചെയ്ത ഒരാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മഹത്വവൽക്കരിക്കപ്പെടുന്നത് തുടരുമ്പോഴാണ്
ഏറ്റവും ആശങ്കാകുലമാകേണ്ടത്. उसका भी महिमा मंडन चलता ജനങ്ങൾ തങ്ങൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെ അവഗണിക്കുകയും नजरअंदाज करके രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി അവരുമായി ഇടപഴകാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ हुई हकीकतों के बावजूद രാഷ്ട്രീയ രംഗത്തുള്ളവർ അഴിമതിക്കാരെ പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ जब राजनीतिक ഇത് രാജ്യത്തെ യുവാക്കളെയും ബാധിക്കുന്നു. सारी അഴിമതിയിൽ ഒരു തെറ്റുമില്ലെന്ന് അവരും വിശ്വസിക്കാൻ തുടങ്ങുന്നു. 2-4 വർഷത്തിന് ശേഷം ആളുകൾ അവരെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയൊരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കേണ്ടതുണ്ടോ? अगर इस प्रकार അതെ, അഴിമതി കേസ് തെളിയിക്കപ്പെട്ടാൽ ഒരാൾക്ക് സ്വയം പരിഷ്കരിക്കാൻ അവസരം നൽകണം. क्या समाज के अंदर എന്നാൽ പൊതുജീവിതത്തിൽ അത്തരക്കാരെ വാഴ്ത്താനുള്ള ഈ മത്സരം ചിലരെ അഴിമതി വഴികളിലേക്ക് ആകർഷിക്കുന്നുവെന്നും दिया जाए അത് ആശങ്കാജനകമാണെന്നും ഞാൻ കരുതുന്നു. सार्वजनिक जीवन में ഇത് സ്വാതന്ത്ര്യത്തിന്റെ പുണ്യയുഗമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം. में ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ തകർക്കുന്നതിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെട്ടിരുന്നു. मजबूर करती है ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങൾക്കായി പോരാടേണ്ടത് സ്വാഭാവികവും അനിവാര്യവുമാണ്. ये आजादी के 75 साल है, ये अमृत काल है. हमने अब तक आजादी के 75 साल दरमियान देश जिस स्थिति से गुजरा था, अंग्रेज भारत के नागरिकों के अधिकारों को कुचलने पर लगे हुए थे और उसके कारण हिंदुस्तान के नागरिकों को उसके अधिकार मिले, इसके लिए लड़ना बहुत स्वाभाविक था और जरूरी भी था. महात्मा गांधी समेत हर कोई भारत के नागरिकों को उनके अधिकार मिले, इसलिए वो लड़ते रहे. ये बहुत स्वाभाविक है. लेकिन മഹാത്മാഗാന്ധി ഉൾപ്പെടെ എല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങൾക്കായി പോരാടി. आजादी के आंदोलन में भी സ്വാതന്ത്ര്യ സമരകാലത്ത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോഴും കടമകൾക്കായി രാജ്യത്തെ സജ്ജമാക്കാൻ മഹാത്മാഗാന്ധി നിരന്തരം ശ്രമിച്ചിരുന്നു എന്നതും സത്യമാണ്. ശുചിത്വം, भारत के नागरिकों में മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം, को बोने की लगा സ്ത്രീകളോടുള്ള ആദരവ്, कि सफाई സ്ത്രീ ശാക്തീകരണം, ഖാദിയുടെ ഉപയോഗം, प्रौढ़ शिक्षा करो, സ്വദേശി, സ്വാശ്രയത്വം करो, नारी എന്നീ ആശയങ്ങളുടെ ബീജാവാപം രാജ്യത്തെ ജനമനസ്സിൽ ഉറപ്പിക്കാൻ അദ്ദേഹം തുടർച്ചയായി ശ്രമിച്ചു. आत्मनिर्भर भारत മഹാത്മാഗാന്ധി പാകിയ കടമകളുടെ വിത്തുകൾ कर्तव्यों की तरफ. സ്വാതന്ത്ര്യാനന്തരം ഒരു ആൽമരമായി മാറേണ്ടതായിരുന്നു. എന്നാൽ लेकिन आजादी के നിർഭാഗ്യവശാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന वृक्ष बन जाने चाहिए. അത്തരമൊരു ഭരണ സംവിധാനം വികസിച്ചു. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം കടമയ്ക്ക് ഊന്നൽ നൽകിയിരുന്നെങ്കിൽ അവകാശങ്ങൾ സ്വയമേവ സംരക്ഷിക്കപ്പെടുമായിരുന്നു. एक ऐसी अवस्था में रखा കർത്തവ്യം ഉത്തരവാദിത്വ ബോധവും കടമ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും നൽകുന്നു. कर्तव्य पर बल दिया गया होता അവകാശങ്ങൾ ചിലപ്പോൾ तो अधिकारों എനിക്ക് എൻ്റെ അവകാശങ്ങൾ ലഭിക്കണം എന്ന പ്രവണതയിലേക്ക് നയിക്കുകയും സമൂഹത്തെ നിരാശപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യുന്നു. कर्तव्य से दायित्व കർത്തവ്യബോധത്തോടെ कर्तव्य से समाज के प्रति ഇത് ഞാൻ നിറവേറ്റേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന തോന്നൽ ഒരു സാധാരണക്കാരനിൽ ഉണ്ടാകണം. मुझे मेरा अधिकार मिलना चाहिए ഞാൻ ചുമതല നിർവഹിക്കുമ്പോൾ ഒരാളുടെ അവകാശം होती है. സ്വാഭാവികമായി സംരക്ഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുന്നു. होता है कि ये मेरा दायित्व है, मुझे इसको കർത്തവ്യങ്ങളുടെയും അവകാശങ്ങളുടെയും ഫലമായാണ് ആരോഗ്യമുള്ള സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്. रक्षा हो जाती है. किसी के अधिकार का സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത് മഹോത്സവത്തിൽ गौरव हो കടമകളിലൂടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പാതയിലൂടെ നാം സഞ്ചരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് കടമയുടെ പാതയാണ്. अमृत महोत्सव में അതിൽ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. आवश्यक है कि മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനത്തോടെ അംഗീകരിക്കുകയും അവർക്ക് അർഹത നൽകുകയും ചെയ്യുന്ന കടമയുടെ പാതയാണിത്. जिसमें നമ്മൾ ഭരണഘടനാ ദിനം ആഘോഷിക്കുമ്പോൾ कर्तव्य का वो पद കടമയുടെ പാതയിൽ जो अधिकार കൂടുതൽ ഭക്തിയോടും सम्मान के साथ കർക്കശതയോടും കൂടി നടന്നാൽ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന ഈ മനോഭാവം जब हम संविधान നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. मना रहे हैं तब സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയെ രൂപപ്പെടുത്തിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്. कर्तव्य को ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നാം എല്ലാ വിധത്തിലും പരിശ്രമിക്കണം. हर किसी के अधिकारों ഈ സുപ്രധാന ചടങ്ങ് സംഘടിപ്പിച്ചതിന് आज ബഹുമാനപ്പെട്ട സ്പീക്കർ സാറിനെ को लेकर के ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. सपनों को पूरा करने का ഈ ചടങ്ങ് ഏതെങ്കിലും ഗവൺമെന്റിന്റെയോ लोगों ने मिल ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ कोई कसर नहीं. ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ അല്ല. स्पीकर സ്പീക്കർ സഭയുടെ അഭിമാനമാണ്. अवसर के लिए ആദരണീയമായ ഒരു പദവിയാണിത്. वंदन करता हूं
ബാബാ സാഹേബ് അംബേദ്കറുടെ അന്തസ്സിന്റെയും ഭരണഘടനയുടെ മഹത്വത്തിന്റെയും കാര്യമാണ്. ബാബാ സാഹേബ് അംബേദ്കറുടെയും ഭരണഘടനയുടെയും അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിനും സ്പീക്കർ പദവിയുടെ മഹത്വം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നതിനും നമ്മെ പ്രബുദ്ധരാക്കാൻ ഈ മഹാരഥന്മാരോട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഈ പ്രതീക്ഷയോടെ നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. उन महान पुरुषों को प्रार्थना करें कि वो हमें शिक्षा दें ताकि हम हमेशा स्पीकर पद की गरिमा बनाए रखें, बाबा साहब आम्बेडकर का गौरव बनाए रखे और संविधान का गौरव बनाए रखे. इसी की अपेक्षा के साथ आप सबका बहुत बहुत धन्यवाद.